ഹായ്, ഞാനും അലനും കൂടെ ഇന്ന് ഇടപ്പള്ളിയിൽ വന്നതാണേ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനൊക്കെ വിചാരിച്ചു. അലിന് ഈ ഇടയ്ക്ക് വീണ്ടും വിവാദങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അലനോട് നേരിട്ട് തന്നെ ചോദിക്കാം. എനിക്കും ന്യൂസ് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അതേക്കുറിച്ച്. ഒന്ന് പറയാമോ അല്ല, വിവാദങ്ങളിൽ വരാൻ കാരണം? അപ്പോൾ ഹായ്, നമസ്കാരം. അപ്പോൾ അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ വിവാദങ്ങളെ പറ്റി പറയാം. ഏതെങ്കിലും ഒരു വിവാദം പറ്റി ചോദിക്കാമോ? പെട്ടെന്ന് 2-3 വിവാദമുണ്ട്. നിരഞ്ജന വിവാദം ട്രാൻസിൻ്റെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞല്ലോ ചേച്ചി. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ആരെയും അറിയില്ലെന്നല്ല, എൻ്റെ ഒരു കമൻറ്റിൽ സ്ഥിരം നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ പേരിൽ, ഇപ്പോൾ പറഞ്ഞ പേരിൽ. അപ്പോൾ ഓൺലൈൻ മീഡിയയിലൊക്കെ അത് പിന്നെയും ഷെയറായി പോകുന്നുണ്ട്. ട്രോളൊന്നും വന്നിട്ടില്ല ഇതേ ഇന്ന് നിമിഷം വരെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളിൽ ഞാനായിട്ട് ഇടപെട്ടിട്ടില്ല, കാരണം എനിക്കറിയേയില്ല. ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അറിയുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ടൊരു ബന്ധവും ആരുമില്ല. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ട്രാൻസായിട്ട് ഞാൻ സ്കൂട്ടറിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ഞാൻ സ്കൂട്ടറിലാക്കി കൊടുത്ത പണ്ട് വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ട്. പണ്ട് ഓരോ നടിമാർ മറ്റേ ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ, അതൊക്കെ പ്രശ്നത്തിന് കുഴപ്പമില്ല, പോട്ടെ. ഇപ്പോൾ ട്രാൻസായിട്ട് നമ്മൾ ആരെയും കണ്ടിട്ടുമില്ല, മിണ്ടിട്ടുമില്ല. അപ്പോൾ അവിടെ കമൻറ്റ് ബോക്സിൽ മാത്രം കണ്ടിട്ടുള്ളൊരു ഇതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ല, ഒരു ആ പേര് മാത്രം എനിക്കറിയാം, ഓൺലൈൻ മീഡിയയിൽ പറയുന്ന ട്രാൻസിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ പറയട്ടെ. ഇപ്പം നമ്മുടെ പേര് ഉപയോഗിച്ചത് വൈറലാക്കാൻ നോക്കി വേറെ പുതിയ നമ്മുടെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ കാര്യം, അത് അവർ വന്ന് ബൈറ്റ് കൊടുക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. അത്രയൊക്കെ പറയാനുള്ളല്ലേ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ TV ന്യൂസിലൊക്കെ നമ്മുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഒരു ന്യൂസ് ഫീഡൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ റീൽസൊക്കെ ആയി. ഞാൻ കണ്ടു, റീൽസ് കണ്ടു കേട്ടോ. ഒരു ന്യൂസ് ചാനലിൻ്റെ റീൽസാണ്, അത് ഞാൻ കണ്ടിരുന്നു. അലൻ്റെയും അറക്കണൻ്റെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ. ഇപ്പോൾ ഞങ്ങളുടെ റിവ്യൂസിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ റിവ്യൂസ് വരുമ്പോൾ ആൾക്കാർ കാണണോ വേണ്ടതെന്ന് നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആറട്ടണൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ സിനിമ ഇറങ്ങിയെന്ന് ആൾക്കാരിലേക്ക് എത്തും. കാരണം പേപ്പറിൽ വായിക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ ബുക്ക് മൈ ഷോ നോക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ റിവ്യൂസ് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. എൻ്റെയും ആറട്ടണൻ്റെയും റിവ്യൂ കേട്ടിട്ട് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നുണ്ടെന്നല്ല, സിനിമ എത്തുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ ഓരോ തിയേറ്ററിൽ ഇടപ്പള്ളിയിൽ ഏത് തിയേറ്ററിൽ പോയാലും ഞങ്ങൾ റിവ്യൂ പറയും. അപ്പോൾ ഞങ്ങളുടെ റിവ്യൂ ഒരിക്കലും സിനിമയെ ബാധിക്കുന്നില്ല. പിന്നെ ആറട്ടെണ്ണം ചില സമയത്ത് നെഗറ്റീവ് പറയുന്നത് പുള്ളിക്ക് ചില സിനിമ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എല്ലാ പടങ്ങളും ഒരു വ്യക്തി എന്ന രീതിയിൽ സിനിമാ മോഹി എന്ന രീതിയിൽ അത് കുറ്റങ്ങളൊന്നും പറയാറില്ല. ഇപ്പോൾ ഇത് നടനെ പറ്റി പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു, മാപ്പ് കുറേ രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെതിരെ ഒന്നും കേസ് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.